ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഐ ആം ഗോപിക ഫ്രം കണ്ണൂർ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്, മൈ ഫസ്റ്റ് എവർ വ്ളോഗ്. അതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്സും നിങ്ങൾക്ക് ഈ വ്ളോഗിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സോ ഗായ്സ്, വെൽക്കം ടു ഗോക്സിഫൈ. പതിവിലും വിപരീതമായി കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റ് നല്ലൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയത്. ബട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ നടക്കുന്നത് വളരെ വിരളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നടന്നില്ല. ആസ് യൂഷ്വൽ ഞാൻ കണ്ണു തുറന്ന് വന്നപ്പോഴത്തേക്ക് സമയം 8:30 സൺലൈറ്റും ഞാനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ബെഡിൽ നിന്ന് ഞാൻ ആദ്യം എണീറ്റാടും ഫസ്റ്റ് ഞാൻ ജനലാണ് തുറക്കുക. ആ ലൈറ്റ് വന്ന് എൻ്റെ മുഖത്തും എൻ്റെ കണ്ണിലൊക്കെ ഒന്ന് തട്ടുമ്പോഴാണ് ഉറക്കത്തുനിന്ന് ശരിക്കും ഞാൻ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഉണർന്ന് വരിക. മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പും മുളകും നമ്മളും തമ്മിലൊരു ബന്ധമുണ്ട്. അവർക്ക് എപ്പോഴും ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്, സെയിമാണ് ഇടിയും. പക്ഷെ ഇന്നത് ചെറുതായൊന്ന് അപ്ഗ്രേഡായി ചപ്പാത്തി വരെ എത്തിയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ മുട്ട റോസ്റ്റ് അമ്മമ്മ ആക്കിയിട്ടുണ്ടെങ്കിലും രാവിലെ തന്നെ മുട്ട കഴിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ പയറുകറിയാണ് കഴിച്ചിട്ടുണ്ടായത്. ഇപ്പം ഞാൻ റെഡിയായിട്ട് പോകുന്നത് ഡാൻസ് ക്ലാസ്സിനാണ്. ഡാൻസ് ക്ലാസ് പറയുമ്പോൾ തിരുവാതിര പഠിപ്പിക്കാൻ വേണ്ടി. ഈ വ്ളോഗ് ചെയ്യൽ നമുക്ക് അത്ര വശമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ധനുമാസ തിരുവാതിര എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? സ്ത്രീകൾക്ക് വളരെ സ്പെഷ്യലായ ദിവസമായതുകൊണ്ട് അന്നത്തേക്ക് വേണ്ടിയാണ് ഇവർ തിരുവാതിര പഠിക്കുന്നത്. പാർവതി പരമേശ്വരൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമായും പരമേശ്വരൻ്റെ ജന്മദിവസമൊക്കെയാണ് ഈ ധനുമാസത്തിലെ തിരുവാതിരേനെ കണക്കാക്കുന്നത്. ഡാൻസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായി വിശക്കാൻ തുടങ്ങിയിന്. അപ്പോഴാണ് ഓർമ്മ വന്ന് എൻ്റെ ഫ്രണ്ട് ശബരിമലയിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു അരവണ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിന്ന് കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ അപ്ഡേറ്റ് ആക്കാനുള്ള CV ഒന്ന് നോക്കി. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചതൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായി. അതും കൂടെ ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ചോറിന് നല്ല പുളിശ്ശേരിയും മീൻ ഫ്രൈയും ഉപ്പേരിയാണ് ഉണ്ടായത്. ഞാൻ ഭയങ്കര ഫിഷ് ലവറാണ്. മീൻ മാത്രം ഉണ്ടായാൽ മതി, ഞാൻ കുറേ ചോറ് കഴിക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനെല്ലാം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നടന്നു പോകുന്ന വഴികളുടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഭയങ്കര പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന വഴികളാണ്. അതുകൊണ്ട് തന്നെ നടന്നു പോകാൻ നല്ല സുഖമാണ്. ഇനി ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനെയൊരു ചാനൽ തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. പക്ഷേ എൻ്റെ കുറ്റം ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന ചെറിയൊരു അസ്വസ്ഥത എനിക്ക് ലേശം കൂടുതലാണ്. അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോയി. അങ്ങനെ നമ്മളെ കഥ പറച്ചിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ആൻറ്റീൻ്റെ മൂത്ത പുത്രനാണ് അബി. ഇവനിപ്പോൾ വെക്കേഷൻ വന്നിട്ടേ ഉള്ളത്. അപ്പോൾ നമ്മളോരോ ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് കുറച്ച് സൊറ പറഞ്ഞിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ സെക്കൻഡ് ബാച്ച് ഓഫ് തിരുവാതിര സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടായി. ഇവരും സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധനുമാസ തിരുവാതിരയ്ക്ക് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. അങ്ങനെ ഇവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ കൊടുത്തതിന് ശേഷം കുളിച്ച് റെഡിയായി നമ്മൾ നേരെ പോയത് തെയ്യോട്ട് കാവിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തെയ്യം നടക്കുന്ന സ്ഥലത്ത് ലൈറ്റൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ഇവരെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നല്ലേ? രണ്ടാൾക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായി അവരുടെ കൂടെ ലുഡോ കളിക്കുമെന്ന്. പക്ഷേ എൻ്റെ നൈറ്റ് കെയറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ അതിലേക്കൊന്ന് കടക്കാൻ. സോ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു അത്. അങ്ങനെ ഫൈനലി ഞാൻ അവരുടെ കൂടെ ലുഡോ കളിച്ചു. രണ്ടാളെ നൈസിന് പറ്റിച്ച് ചെറുതായി കണ്ട് പൊടിയിട്ട് ഞാൻ നൈസായിട്ട് അങ്ങ് ജയിച്ച്. അങ്ങനെ കളിയും ചിരിയും തമാശയൊക്കെ കഴിഞ്ഞ് രണ്ടാളെയും സൈഡിൽ ഉറങ്ങാൻ കിടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടന്നു. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ തുടങ്ങിയേക്കുന്നത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.